ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം, മാർക്കറ്റ് അത്രയ്ക്ക് എളുപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല മാർക്കറ്റ്. ഈ വരുന്ന ഫിനാൻഷ്യലി നമ്മുടെ അസംഷൻ PSU ബാങ്ക്സും പ്രൈവറ്റ് ബാങ്ക്സും ഹാൻഡ് ഇൻ ഹാൻഡ് പെർഫോം ചെയ്യും. മിഡ് ക്യാപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ബൂം തന്ന സ്റ്റോക്സ് ഒന്നും മാർക്കറ്റ് കറക്റ്റ് ചെയ്തതനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ പോർട്ട്ഫോളിയോനകത്ത് മീഡിയ കമ്പനീസ് ഒന്നും തന്നെ ഇല്ല. ആസ് ഫാർ ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇസ് കൺസേൺ, തീർച്ചയായിട്ടും മാം പറഞ്ഞ പോലെ തന്നെ വി ആർ ഓൾസോ സ്ലഗ്ഗിഷ് ഓൺ ദിസ് പെർട്ടിക്കുലർ സെക്ടർ. നമസ്കാരം, ET ടോക്സിലേക്ക് സ്വാഗതം. ആഭ്യന്തര വിപണിയിൽ സെപ്റ്റംബറിൽ നിഫ്റ്റി അതിന്റെ സർവകാല ഉയരമായിട്ടുള്ള 26,200 എന്നൊരു ലെവലും മറികടന്നതിന് ശേഷം തുടർച്ചയായിട്ടുള്ള 5 മാസങ്ങളിലും ഒരു അണ്ടർ പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഈ മാർച്ച് മാസത്തിൽ ഈ ഒരു അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ FY25 അവസാനിക്കുകയാണ്. പുതിയൊരു സാമ്പത്തിക വർഷത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുമ്പോൾ ധാരാളം ഇവന്റുകൾ നമ്മുടെ ആഭ്യന്തര വിപണിയെ കാത്തിരിക്കുന്നുണ്ട്. സോ ഈ ഒരു മൊമെന്റം എത്രത്തോളം നിഫ്റ്റിയെ സംബന്ധിച്ച് നിലനിർത്താൻ സാധിക്കുമെന്നും അതോടൊപ്പം FY26ലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സെക്ടേഴ്സും അതോടൊപ്പം സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് പ്രമുഖ വെൽത്ത് മാനേജ്മെന്റ് കമ്പനി ആയിട്ടുള്ള ലിവ് ലോങ് വെൽത്തിലെ ഫൗണ്ടർ ശ്രീ ഹരിപ്രസാദ് സർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വെൽക്കം സർ. താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു 4-5 മാസമായിട്ട്. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് ഒരു 2 വീക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിയർലി 21,900 നിന്ന് 23,600 ബൗൺസ് ബാക്ക് ചെയ്തത് ജസ്റ്റ് ഒരു 2.5 വീക്സ് ടൈം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു നിയർ ബൈ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് മാർക്കറ്റ്സ് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിയർ ബൈ റെസിസ്റ്റൻസ് ഇനി വരുന്നത് 24,500 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും 24,500 ലെവൽസ് വരെ നമ്മൾ തീർച്ചയായിട്ടും ബുള്ളിഷാണ്. പിന്നെ അതിനുശേഷം ഒരു മേജർ റെസിസ്റ്റൻസ് വരുന്നത് 25,000-ലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയർ നിഫ്റ്റി ബുള്ളിഷായിട്ട് തന്നെ കണ്ടിന്യൂ. പക്ഷേ നേരത്തെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ ഫോറിൻ ഇൻഫ്ലോസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് സപ്പോർട്ടീവായിട്ട് ഡൊമസ്റ്റിക് ഇൻഫ്ലോസ് കാണുന്നുണ്ട്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ പതുക്കെ പിക്ക് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു സൈക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഏതൊരു വർഷം എടുത്താലും ഒരു നിയർലി ഒരു പീക്ക് പാർട്ടിസിപ്പേഷൻ റീറ്റെയിൽ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നത് ഒരു പോസ്റ്റ് ഓഗസ്റ്റ് ആ ഒരു ടൈം. ഇപ്പോൾ ഓഗസ്റ്റ് ടു ഡിസംബർ എന്ന് പറഞ്ഞൊരു പീരീഡ്, ഓഗസ്റ്റ് ടു നവംബർ ടു ബി സ്പെസിഫിക്, ഓഗസ്റ്റ് ടു നവംബർ എന്ന് പറഞ്ഞൊരു പീരീഡിലാണ് പീക്ക് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ മാർക്കറ്റിൽ നിയർലി ഒരു 7% പെർഫോമൻസ് തന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ഈ പറഞ്ഞ ഓൾ എന്താ പറയുക ഈ പറഞ്ഞ ഫോറിൻ ഔട്ട്ഫ്ലോസ് ഉണ്ടായിട്ടും ഈ US ഇൻട്രസ്റ്റ് റേറ്റ് കൺസേൺസും പിന്നെ നമുക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും ഗ്ലോബലി നടന്നിരുന്നു. എന്നിട്ടും മാർക്കറ്റിന് ഒരു 7% പെർഫോമൻസ് കാണിക്കാൻ പറ്റി. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ഒരു 2 ഇയേഴ്സായിട്ട് മാർക്കറ്റ് ഒരു കൺസിക്യൂട്ടീവ് റാലി ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല ഒരു പോസ്റ്റ് കോവിഡ് പാർട്ടിസിപ്പേഷൻ നടത്തിയ എല്ലാ പാർട്ടിസിപ്പൻസും കാണുന്ന മേജർ കറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഒരു ടൈമിലേക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ബുള്ളിഷായിട്ട് തന്നെ കണ്ടിന്യൂ ആണ്. അപ്പോൾ നമ്മുടെ അസംഷൻ ഇതാണ്, മാർക്കറ്റ് വിൽ ആക്ച്വലി ഗോ ബാക്ക് ടു ഓൾ ടൈം ഹൈസ് ഇൻ ദ കമ്മിങ് ഫിനാൻഷ്യൽ ഇയർ. അതിപ്പോൾ ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ പോലും ലൈക്ക് വി ഫൈൻഡ് ഇറ്റ് ടു ബി ബുള്ളിഷ്. അപ്പോൾ അൺടിൽ അൺലെസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്ത ലോസ് എന്ന് വെച്ചാൽ 22,000 ആണ്, 21,900 ടു ബി സ്പെസിഫിക്. അപ്പോൾ 22,000 ബ്രേക്ക് ചെയ്യാത്ത അത്രയും നാൾ മാർക്കറ്റ് ഇപ്പോഴും ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് വീണ്ടും ഇത് ഓൾ ടൈം ഹൈസിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി തന്നെയാണ്. സർ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ മെയിനായിട്ട് മേജറായിട്ടുള്ള ഒരു കൺസേൺ ഇനി വരാനിരിക്കുന്നത് ഗ്ലോബലൊക്കെ നോക്കി നിൽക്കുന്നത് April 2 വരാനിരിക്കുന്ന റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് ആണ്. സോ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഓൾറെഡി നമ്മളിപ്പോൾ ഈ ഒരു താരിഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് വന്ന സമയത്ത് തന്നെ മാർക്കറ്റ് ഓൾറെഡി ഫോളോ ചെയ്തിട്ടുണ്ട്. സോ ഇനി വരാൻ പോകുന്ന ഡിസിഷൻസിനോട് മാർക്കറ്റ് എത്രത്തോളം റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? കാരണം ഓൾറെഡി മാർക്കറ്റ് ഇതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്ത ലോസ് നോക്കിയാൽ കാണാം, അത് 21,950, 964 ലെവൽസിൻ്റെ അടുത്താണ് റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്ത ലോസ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ലാസ്റ്റ് 2.5 വീക്സിനകത്ത് ഇതൊരു 23,600 വരെ ബൗൺസ് ബാക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ അസംഷൻ ഇതാണ്, ഈ പറഞ്ഞ ടാരിഫ് റേറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ തന്നെ ഇത് ഓൾറെഡി ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺടിൽ അൺലെസ് 22,000 ഇസ് ഗെറ്റിംഗ് ബ്രോക്കൺ വി ഡോണ്ട് എക്സ്പെക്ട് എ ഫർദർ കറക്ഷൻ. അപ്പോൾ അത് ഓൾറെഡി ഡിസ്കൗണ്ട് ആയതാണ് നമ്മുടെ ഒരു പേഴ്സണൽ അസംഷൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോസിനകത്ത് ഇപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോക്സ് ആഡ് ചെയ്ത് തുടങ്ങി.
ഇപ്പോൾ ഒരു October 24 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോസ് ഒക്കെ പതുക്കെ നമ്മൾ ഓഫ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ഒരു 6 സ്റ്റോക്സ് വെച്ചിട്ട് ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് വി ഡോണ്ട് എക്സ്പെക്ട് എ മച്ച് ഡീപ്പർ കറക്ഷൻ ബിയോണ്ട് ദിസ് റൈറ്റ് നൗ. ഓക്കെ സർ, അപ്പോൾ അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞൊരു വീക്കിൽ ഓൾമോസ്റ്റ് ഒരു 5% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു സെഷൻ നോക്കുന്ന സമയത്തും ഓൾമോസ്റ്റ് ഒരു 1000 പോയിന്റിലധികം ഒരു മുന്നേറ്റം, ഒരു റാലി നമുക്ക് ബാങ്ക് നിഫ്റ്റി സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ RBIയുടെ ഭാഗത്ത് നിന്ന് ധാരാളം ലിക്വിഡിറ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. NBFCകളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചും കൂടെ അനുകൂലമായിട്ടുള്ള ഡിസിഷൻസ് RBIയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. റേറ്റ് കട്ട് റീസെൻ്റ്ലി റേറ്റ് കട്ടിലുള്ള ഡിസിഷൻസ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. സോ നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് എടുത്ത ഒരു തീരുമാനങ്ങൾ വന്ന സമയത്തൊന്നും അത്ര തന്നെ ഒരു റാലി നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു റാലിയോട് ഒപ്പം, നിഫ്റ്റിയുടെ ആ റാലിയോടൊപ്പമാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റാലി നമുക്ക് കാണുന്നത്. ഇത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം കമ്പയർ ചെയ്യുമ്പോഴും ബാങ്ക് നിഫ്റ്റി ഈസ് ലുക്കിംഗ് മച്ച് സ്ട്രോങ്ങർ. അപ്പോൾ നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷൻ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ നിഫ്റ്റിയുടെ പെർഫോമൻസിനെക്കാട്ടും പ്രോബബ്ലി ബൈ എ ഫാക്ടർ ഓഫ് 30% ബാങ്ക് നിഫ്റ്റി ഔട്ട് പെർഫോം ചെയ്യണം ഇപ്പോഴത്തെ സ്ട്രെങ്ത് മൊമെൻറ്റം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ ഒരു 12% ഗ്രോത്ത് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഗ്രോത്ത് പെർസ്പെക്റ്റീവ് വരുമ്പോഴത്തേക്ക് അത് നിയർലി എനിവെയർ ബിറ്റ്വീൻ 16 to 18% ആയിരിക്കും നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഇപ്പോൾ കറണ്ട് റണ്ണിങ് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ നോക്കുമ്പോൾ PSU ബാങ്ക്സ് ഒക്കെ പെർഫോം ചെയ്തു. പക്ഷേ ആ പെർഫോമൻസിനെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൈവറ്റ് ബാങ്ക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ അസംഷൻ PSU ബാങ്ക്സും പ്രൈവറ്റ് ബാങ്ക്സും ഹാൻഡ് ഇൻ ഹാൻഡ് പെർഫോം ചെയ്യും. അതിൻ്റെ റീസൺ ഞാൻ കണക്കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബാങ്ക്സിനകത്ത് ഏറ്റവും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഡിഫിക്കൽട്ടി എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ മാർജിൻ പ്രഷറും ഈ പറഞ്ഞ ക്രെഡിറ്റ് ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന പുതിയ പോളിസീസും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും അതുകൂടാണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ഫോർ പ്രൈവറ്റ് ബാങ്ക്സ് ആസ് വെൽ ആസ് ഫോർ PSU ബാങ്ക്സ് ദ വാല്യുവേഷൻസ് ആർ പ്രിറ്റി മച്ച് ഫെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് വി ആർ ആൻറ്റിസിപ്പേറ്റിംഗ് എ മച്ച് ബിഗർ ഗ്രോത്ത് ഇൻ ബാങ്കിങ് സെക്ടർ സ്റ്റോക്സ് ആസ് കമ്പയർഡ് ടു ദ ബ്രോഡർ നിഫ്റ്റി ഇൻഡെക്സ്. ഓക്കെ സർ, അതോടൊപ്പം തന്നെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഇനിയിപ്പോൾ April 7 മുതൽ RBI മീറ്റിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഓൾറെഡി നമ്മളൊരു 25 ബേസിസ് പോയിന്റ് കുറച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലോട്ട് 4% താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് കണക്കുകൾ. അതുപോലെ തന്നെ GDP നോക്കുകയാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറച്ച് മച്ച് ബെറ്റർ ആയിട്ട് 6.2 ആയിട്ട് Q3 റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് എക്കോണമി കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിലോട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു രീതിയിലുള്ള നമ്പേഴ്സ് നമുക്കിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇനി കമ്മിങ് മീറ്റിംഗ്സിൽ ഈ ഒരു റേറ്റ് കട്ട് പ്രോസസ്സ് തുടരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? അപ്കമിങ് ഫിനാൻഷ്യൽ ഇയറിൽ എത്ര റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ് സാർ ഏകദേശം അസ്യൂം ചെയ്യുന്നത്? നമ്മൾ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ ഒരു പ്രാവശ്യവും RBI ഒരു ഹോക്കി സ്റ്റാൻസ് തന്നെ എടുക്കുമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഈ പറഞ്ഞ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈവൻ ദോ ദേ ഹാവ് ടു ഫിക്സ് അപ്പോൺ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്സ് അത് തന്നെ ആയിരിക്കും പെർസ്യൂം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഈ പറഞ്ഞതിൽ ഇൻഫ്ലേഷൻ റേറ്റ്സ് അറൗണ്ട് ഒരു 5 to 6% ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് നിയർലി ഒരു 25 പോയിൻറ്റ്സിൻ്റെ ബേസിസ് പോയിൻറ്റ്സിൻ്റെ കട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഏപ്രിൽ മോണിറ്ററി പോളിസി മീറ്റിങ്ങിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റിയും ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയോടൊപ്പം തന്നെ നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ട്രാക്ക് ചെയ്യുന്നത് ബ്രോഡർ മാർക്കറ്റാണ്. അപ്പോൾ ബ്രോഡർ മാർക്കറ്റിൽ മിഡ് ക്യാപ്പ് ആണെങ്കിലും സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ലാർജ് ക്യാപ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെക്ടേഴ്സും കൂടിയാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും. മാത്രമല്ല ഓഹരി വിപണിയിലുള്ള അവരുടെ ഒരു റിട്ടേൺസ് നോക്കുന്ന സമയത്തും പല സ്റ്റോക്കുകളും മൾട്ടി ബാഗർ റിട്ടേൺസ് ആണ് വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റാലി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശക്തമായിട്ട് ബൂം ചെയ്യുകയും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കറക്ഷൻ വന്ന സമയത്ത് വലിയ തോതിലാണ് ഈ ഒരു ബ്രോഡർ മാർക്കറ്റിൽ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്സും ഇപ്പോൾ റീസണബിൾ ഒരു വാല്യുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള വ്യൂ എന്താണ്? ഇപ്പോൾ ഇപ്പോഴുള്ള ഈ ഒരു റാലിയിൽ ബ്രോഡർ മാർക്കറ്റിൽ നമുക്കൊരു പോസിറ്റീവ് മൊമെന്റം കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു വാല്യൂ ബൈയിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൽ ഏതെങ്കിലും സ്റ്റോക്സ് പ്രത്യേകമായിട്ട് പ്രിഫർ ചെയ്യാനുണ്ടോ? ഓക്കെ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 2024 നോക്കുമ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിൻ്റെയും പെർഫോമൻസ് നിയർലി ഒരു 30% ആയിരുന്നു. അപ്പോൾ ജനറലി സ്മോൾ ക്യാപ്സ് മിഡ് ക്യാപ്സിനെക്കാട്ടും വളരെയധികം ഔട്ട് പെർഫോം ചെയ്യാറുണ്ട്. എന്നാൽ പോലും മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ്സും ഏകദേശം സിമിലർ പെർഫോമൻസ് ആണ് തന്നത്. എന്ന് വെച്ചാൽ ബോത്ത് രണ്ടും ഈ പറഞ്ഞതിൽ 30% പെർഫോമൻസ് തന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ
കറക്ഷൻ്റെ കേസ് വരുമ്പോൾ മിഡ് ക്യാപ്സിനകത്ത് ക്വാളിറ്റി പെർഫോമൻസ് തന്ന സ്റ്റോക്സ് ഒന്നും അതിന് മാത്രം കറക്റ്റ് ചെയ്തിട്ടില്ല. അത് ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് ടൈം നമ്മൾ നോക്കുമ്പോഴും അതിപ്പോഴും നിയർലി ഒരു 40% പ്രീമിയത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റീസെൻറ്റ് കറക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ മിഡ് ക്യാപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ബൂം തന്ന സ്റ്റോക്സ് ഒന്നും മാർക്കറ്റ് കറക്റ്റ് ചെയ്തതനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളോട് അധികം സ്മോൾ ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഫോക്കസ് ചെയ്യാൻ പറയുന്നില്ല. So maybe you can expect an outperformance as compared to Nifty by a factor of maybe 10% or 15%. I don't expect anything more than that. Q4 ഏർണിങ്സിൻ്റെ ഒരു സ്റ്റാർട്ടാണ്. ഇപ്പോൾ 4ാം പാദ ഫലങ്ങളൊക്കെ വരികയാണ്. Q2 Q3 ഒക്കെ നോക്കുമ്പോൾ ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കോർപ്പറേറ്റ്സുകൾക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇൻഫ്ലേഷൻ പ്രഷേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനത്തെ പല പ്രതിസന്ധികൾ കാരണം കോർപ്പറേറ്റ്സ് ഒന്നും അത്ര കാര്യമായിട്ടുള്ള നമ്പേഴ്സ് ഒന്നും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ Q4 വരുന്ന സമയത്ത് ഇപ്പോൾ ഈ കുംഭമേള പോലെയുള്ള ഒരു മെഗാ ഇവന്റുകളൊക്കെ നടന്നിട്ടുണ്ട്. സോ FMCG സെക്ടറിനെയൊക്കെ സംബന്ധിച്ച് കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഹോട്ടൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എയർലൈൻസ് അവർക്കൊക്കെ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അറ്റ് ദ സെയിം ടൈം മ്യൂട്ടഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുള്ള സെക്ടേഴ്സും ഉണ്ട്. Q4 സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? Q4 ഏർണിങ്സ് എക്സ്പെക്ടേഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അത്രമാത്രം ഒപ്റ്റിമിസ്റ്റിക് അല്ല. എന്നാൽ പോലും നമ്മൾ പോസിബിലിറ്റി കാണുന്ന 2 സെക്ടേഴ്സ്, ഒന്ന് ബാങ്കിങ്ങും അതുകൂടാണ്ട് തന്നെ എനർജിയാണ്. അപ്പോൾ ബാങ്കിങ്ങിനെ പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചു, പുതിയ പോളിസീസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബാങ്കിങ് ആൻഡ് എനർജി സെക്ടേഴ്സിനകത്ത് ഓൺ ആൻ ആവറേജ് വി ആർ എക്സ്പെക്ടിങ് an 8 to 10% ഗ്രോത്ത്. നേരെ തിരിച്ചു വരുമ്പോൾ FMCGയുടെ കേസും IT സെക്ടറും ചോദിച്ചു. അപ്പോൾ നമുക്കിപ്പോൾ കുംഭമേള പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ റൂറൽ ഡിമാൻഡ് വെച്ചിട്ട് ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അത് വീക്കൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പറഞ്ഞ പ്രൊഡക്ട്സിൻ്റെയൊക്കെ മാക്സിമം കൺസംഷൻ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ റൂറൽ കൺസംഷൻ ആയിരുന്നു ലേറ്റ്ലി. അതുകൊണ്ട് തന്നെ അർബൻ കൺസംഷനും കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും കൊണ്ട് നമ്മൾ FMCGയുടെ റിസൾട്ട്സ് നിയർലി ഒരു 4 to 5% ഡൗൺ ആവാനാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ IT സെക്ടറിനകത്തുള്ള ഈ പറഞ്ഞ പൊട്ടൻഷ്യലും നമ്മൾ നെഗറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അത് ഈ പറഞ്ഞ US സ്പെൻഡിങ് കട്ട്സുമായിട്ട് നമുക്ക് ഡയറക്റ്റ്ലി കോറിലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കമ്മിങ് ഫിനാൻഷ്യൽ ഇയർ നമുക്ക് നല്ലൊരു മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ IT സ്റ്റോക്സിനകത്ത്, പ്രൊവൈഡഡ് ഈ പറഞ്ഞ ഒരു കീ റെസിസ്റ്റൻസും കാര്യങ്ങളും ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ സെക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ബാങ്കിങ് ആൻഡ് എനർജിയാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്ലുക്ക് ഉള്ളത്. നേരെ തിരിച്ച് FMCGക്കും ITക്കും നമുക്കൊരു ബെയറിഷ് ഔട്ട്ലുക്കാണ്. അപ്പോൾ മാം ചോദിച്ച പോലെ FMCG ഈ പറഞ്ഞ കൺസംഷൻ കുംഭമേള പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഓവറോൾ അർബൻ ഡിമാൻഡും അർബൻ കൺസംഷനും റൂറൽ കൺസംഷനും നമ്മൾ നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ബയസ് ആണ് കാണിക്കുന്നത്. പക്ഷെ അത് ഞാൻ ആഡ് ഓൺ ചെയ്ത് ചോദിക്കുന്നത്, ഇപ്പോൾ ഈ FMCG സെക്ടറിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ബഡ്ജറ്റിൽ നോക്കുന്ന സമയത്തും കൺസംഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റായിരുന്നു ഇത്തവണ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ടാക്സ് എക്സംഷൻസ്, അതേപോലെ തന്നെ ഇപ്പോൾ ഈ RBIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റേറ്റ് കട്ടിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. സോ ഇതെന്തായാലും ഭാവിയിലേക്ക് ഇനിയിപ്പോൾ കമ്മിങ് ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലല്ലേ? അറ്റ് ദ മൊമെൻ്റ് ഉള്ള ഡാറ്റനെ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പുതിയ പോളിസി ഡിസിഷൻസിൻ്റെയും കാര്യങ്ങളുടെയും ഒരു എൻഡ് റിസൾട്ട് നമുക്ക് അറിയണമെങ്കിൽ ചിലപ്പോൾ ഒരു 1-2 ക്വാർട്ടറും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കൺസംഷൻ തീർച്ചയായിട്ടും വീക്കാണ്. അതുകൂടാണ്ട് തന്നെ ഈ പറഞ്ഞ FMCG സ്റ്റോക്സിനെ സംബന്ധിച്ച് മാർജിൻ പ്രഷേഴ്സ് നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസിന് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ആസ്പെക്ട്സ് കൊണ്ടാണ് നമ്മൾ FMCGന്റെ ഔട്ട്ലുക്ക് ബെയറിഷ് ആക്കുന്നത്. ഓക്കെ. സോ ഇനി വരുന്ന ക്വാർട്ടറിൽ ഇപ്പോൾ നമ്മൾ Q4 കുറിച്ചാണ് സംസാരിച്ചത്. സാർ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള സെക്ടേഴ്സ് പറഞ്ഞു. ഇനി വരുന്ന ക്വാർട്ടേഴ്സിൽ പോസിബിലിറ്റി ഉള്ള ഒരു സെക്ടേഴ്സ് ചോദിച്ചാൽ ഏതായിരിക്കും സാർ പറയുക? കാരണം ഇനിയിപ്പോൾ വരുന്ന സമയത്ത് പവർ ഡിമാൻഡ് ഒക്കെ വലിയ രീതിയിൽ കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് വേനൽക്കാലമാണ് വരാൻ പോകുന്നത്. സോ കുറച്ചുകൂടെ ഈ പറയുന്ന പവർ സെക്ടർ അല്ലെങ്കിൽ പവർ ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സ്, അതേപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾ പോലുള്ള സെക്ടേഴ്സിൽ കുറച്ചുകൂടെ ഒരു ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. സോ ഈ കമ്മിങ് ക്വാർട്ടേഴ്സിനെ സംബന്ധിച്ച് സാറിന് ഒരു പ്രതീക്ഷയുള്ള സെക്ടേഴ്സ് ഏതായിരിക്കും? വരുന്ന ക്വാർട്ടേഴ്സിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കുള്ള ഒരു ബുള്ളിഷ് ഔട്ട്ലുക്ക് ഉള്ളത് ഈ പറഞ്ഞിട്ട് ബാങ്കിങ് സെക്ടറിൽ തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യം പ്രൈവറ്റ് ബാങ്ക്സ് അണ്ടർ പെർഫോം ചെയ്തെങ്കിൽ ഈ ഒരു വരുന്ന ക്വാർട്ടറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2ഉം പെർഫോം ചെയ്യുന്നതാണ്. അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു FII പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിപ്പോൾ ബാങ്കിങ് സെക്ടറിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ബാങ്കിങ് സെക്ടറിൻ്റെ കേസിനകത്ത് ബുള്ളിഷാണ്. അതുകൂടാണ്ട് തന്നെ ഈ എനർജി സെക്ടർ വരുമ്പോൾ റിന്യൂവബിൾ എനർജി ബേസ്ഡ് കമ്പനീസിനകത്തോട്ട് ഒരുപാട് മൊമെൻറ്റം നമുക്കിപ്പോൾ കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എനർജി സെക്ടറിനകത്ത് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്.
പ്ലസ് ഈ പറഞ്ഞ ഡിഫൻസ്. എനിക്കൊന്ന് മാം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു, ഒരുപാട് ഗവൺമെൻറ് കോൺട്രാക്ട്സും കാര്യങ്ങളും ഇതിനകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിഫൻസ് സെക്ടറിനെ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, ഞാൻ അതിലോട്ട് വരികയായിരുന്നു. അപ്പോൾ നമ്മൾ FY25 പ്രകടനം വിലയിരുത്തുന്ന സമയത്ത്, അതായത് FY25 ഏപ്രിൽ തൊട്ട് ഇതുവരെയുള്ള ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഡിഫൻസ് സെക്ടർ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന മാർക്കറ്റ് കറക്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിൽ നമുക്ക് വലിയ കറക്ഷൻ കാണാൻ സാധിച്ചിരുന്നു. പല ഡിഫൻസ് സ്റ്റോക്കുകളും അതിന്റെ പീക്കിൽ നിന്നും വലിയ തോതിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് റീസണബിൾ വാല്യുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഈ ഒരു ഡിഫൻസ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ സാർ പ്രിഫർ ചെയ്യുന്ന ഒന്ന് രണ്ട് സ്റ്റോക്സ് പറയുകയാണെങ്കിൽ ഏത്? നമ്മൾ അന്നും ഇപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് HAL ആണ്. ഓക്കെ, HALന്റെ മൊമെന്റം ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ആണ്. കാരണം നമ്മൾ കൂടുതൽ മൊമെന്റം ട്രേഡേഴ്സ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വരുന്നത് ഈ പറഞ്ഞ ഇതിന്റെ എക്സ്പോർട്ട് മാർക്കറ്റാണ്. അപ്പോൾ അവിടെ HAL പോലെ ഒരു കമ്പനിക്ക് ഒരുപാട് അവന്യൂസ് ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്, ഒരുപാട് ഗവൺമെന്റ് കോൺട്രാക്ട്സ് ഇൻകമിങ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും HAL നല്ലൊരു ബെറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ FY25 ഒരു വേഴ്സ് പെർഫോമിംഗ് സെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ മീഡിയ സെക്ടറിൽ നമുക്ക് വലിയൊരു കറക്ഷൻ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ മീഡിയ സെക്ടേഴ്സിൽ കമ്പനികളുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് Q3 പല കമ്പനീസിനും ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മീഡിയ സെക്ടറിലോട്ട് നോക്കുമ്പോൾ സാറിന് ഒരു ഔട്ട്ലുക്ക് എന്താണ്? അതോടൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, സാറിന്റെ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ മീഡിയ സെക്ടറിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? നമ്മുടെ പോർട്ട്ഫോളിയോനകത്ത് മീഡിയ കമ്പനീസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മീഡിയ കമ്പനീസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി നേറ്റീവ് മീഡിയ പ്ലാറ്റ്ഫോംസ്. കാരണം ഈ പറഞ്ഞ നേരത്തെ ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന ട്രാക്ഷൻ മൊത്തം എക്സ്റ്റേണൽ OTT മീഡിയ പ്ലാറ്റ്ഫോംസിനകത്തോട്ടും കാര്യങ്ങളോട്ടും പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പറഞ്ഞ ആഡ് റവന്യൂ, അൾട്ടിമേറ്റ്ലി അറ്റ് എൻഡ് ഓഫ് ദി ഡേ ആഡ് റവന്യൂ ആണ് മേജർ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ഈ പറഞ്ഞ ആഡ് റവന്യൂസും കൂടെ ഈ പറഞ്ഞ വേറെ ടെക് പ്ലാറ്റ്ഫോംസിലും കാര്യങ്ങളോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ ഒരു നെഗറ്റീവ് ഔട്ട്ലുക്കാണ് നമുക്ക് മൊത്തത്തിൽ ഈ പറഞ്ഞ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും നേറ്റീവ് OTT പ്ലാറ്റ്ഫോംസിലോട്ടാണെങ്കിലും ഉള്ളത്. അപ്പോൾ പിന്നെ വേറൊരു ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ മീഡിയ കമ്പനീസും ആ ഒരു റീജിയണൽ എക്സ്പാൻഷൻ ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണും പല ടെലികോം കമ്പനീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ബണ്ടിലായിട്ടുള്ള സെയിൽസ്. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു റവന്യൂ വൈസ് നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ സ്ട്രാറ്റജീസും പലതും utter failure ആയി മാറി. അപ്പോൾ സോ അവർ ഔട്ട്ലുക്ക് ഓൺ മീഡിയ കമ്പനീസ് ആസ് സച്ച് അറ്റ് ദ മൊമെന്റ് ഇസ് നോട്ട് ഗുഡ്. യെസ് സർ, IT സെക്ടറിനെ കുറിച്ച് ഓൾറെഡി മെൻഷൻ ചെയ്തു. അതോടൊപ്പം തന്നെ ഫാർമ സെക്ടറിനെ കൂടി ചോദിക്കുകയാണ്. കാരണം IT-യും ഫാർമയാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ US താരിഫിന്റെ ഒരു ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന ഒരു സെക്ടേഴ്സ് എന്ന് പറയുന്നത് IT-യും ഫാർമയായിരിക്കും. സോ കമ്മിങ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ കമ്മിങ് ഇയറിലേക്ക് നോക്കുമ്പോൾ IT ഓർ ഫാർമ സെക്ടേഴ്സിൽ എത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് സാർ എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി ഫാർമ സെക്ടറിൽ ഫാർമയെ പറ്റി പറയുകയാണെങ്കിൽ വി ആർ ആക്ച്വലി ബുള്ളിഷ് ഓൺ ഇറ്റ് ബിക്കോസ് there's a lot of openings coming up for generic exports. അപ്പോൾ നമ്മുടെ ഒരു അസംഷൻ എന്ന് വെച്ചാൽ നിയർലി ഒരു 10 to 12% എക്സ്പാൻഷൻ ആണ്. പക്ഷെ അവിടെയും കൺസേൺ ആയിട്ട് വരുന്നത് പുതുതായിട്ട് വരുന്ന റെഗുലേറ്ററി ഹേർഡിൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സെക്ടറിൽ നമ്മൾ ഫോക്കസ് കൂടുതലും കൊടുക്കുന്നില്ല. പക്ഷേ അവർ ഔട്ട്ലുക്ക് ഈസ് ബുള്ളിഷ്. പക്ഷേ വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ കോൺസെൻട്രേറ്റഡ് ബെറ്റ് ഓവർ ദർ. യെസ്, അതോടൊപ്പം തന്നെ വേറൊരു സെക്ടർ ചോദിക്കുന്നത് ഓട്ടോ സെക്ടറാണ്. കാരണം ഓട്ടോ സെക്ടർ നമ്മൾ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ടെസ്ലയുടെ എൻട്രി ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. EV-യിലെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മൊത്തത്തിൽ ഓട്ടോമൊബൈൽ സെക്ടറോട്ട് നോക്കുമ്പോൾ ഒരു സ്ലഗിഷ് ആയിട്ടുള്ള ഡിമാൻഡാണ് പൊതുവെ ഇപ്പോൾ കമ്പനീസിന് ഉള്ളത്. ഇപ്പോൾ കമ്പനീസൊക്കെ അവരുടെ വാഹനവില ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സ് അടക്കമുള്ള സ്റ്റോക്സിന്റെ ഒക്കെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തന്നെ അത് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഓട്ടോമൊബൈൽ സെക്ടറിനുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? മുന്നോട്ടേക്ക് എത്രത്തോളം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ സ്ലഗിഷ് ഡിമാൻഡുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ EV അഡോപ്ഷൻ റേറ്റ് കുറേയും കൂടെ എൻഹാൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നേരത്തെ ഒരു EV എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ അത് പതുക്കെ അത് ഷാറ്ററായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂറൽ ഡിമാൻഡ് ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഈ പറഞ്ഞ EV ഡൊമൈനകത്ത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ഡൊമൈനകത്ത് റൂറൽ ഡിമാൻഡും കാര്യങ്ങളും ഭയങ്കരമായിട്ട് സ്പൈക്കപ്പ് ആവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പോൾ ഫേസ് ചെയ്യുന്ന കൺസേൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ പ്രൈസിങ് പോളിസി മാർക്കറ്റ് അക്സെപ്റ്റൻസിനെ പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആസ് ഫാർ ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് കൺസേൺഡ് തീർച്ചയായിട്ടും മാം പറഞ്ഞ പോലെ തന്നെ
like we are also sluggish on this particular sector, totally on the automotive sector also. അപ്പോൾ നമ്മൾ പേഴ്സണലി ഫോക്കസ് ചെയ്യുന്ന ഒരു സെക്ടർ ആയിരിക്കില്ല ഓട്ടോമോട്ടീവ്. യെസ്. മറ്റൊരു സെക്ടർ ഞാൻ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ക്യാപിറ്റൽ മാർക്കറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ FY25 ധാരാളം മാറ്റങ്ങൾ ഈ ഒരു F&O സെഗ്മെന്റിലാണെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അത് നെഗറ്റീവ്ലി കുറേയൊക്കെ ബ്രോക്കറേജ് കമ്പനീസിനൊക്കെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ BSEയുടെയും CDSLന്റെ ഒക്കെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കുറേ മാസങ്ങളായിട്ട് അതൊരു ഇടിവിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്താണ്? അതിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്? ക്യാപിറ്റൽ മാർക്കറ്റ്സിനകത്ത് ഇപ്പോൾ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാം. നമുക്ക് എക്സ്ചേഞ്ചസ് സ്റ്റോക്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അതേപോലെ തന്നെ ബ്രോക്കിംഗ് കമ്പനീസിൻ്റെ സ്റ്റോക്സ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ആസ് ഫാർ ഈ പറഞ്ഞ ബ്രോക്കിംഗ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്ന സ്റ്റോക്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ബ്രോക്കേഴ്സിൻ്റെ റവന്യൂ നേരെ ഒരു 50% ഡിപ്പ് ചെയ്തിട്ടുണ്ട് ഈ വന്ന പുതിയ റൂൾസും കാര്യങ്ങളും കാരണം. ഒന്നാമത്തെ കേസ് ഏറ്റവും കൂടുതൽ വോളിയം നടന്നുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ എക്സ്പയറി ഡേയ്സ് ആയിരുന്നു. അപ്പോൾ ഡെയിലി എക്സ്പയറീസ് ഇല്ലാണ്ടായപ്പോൾ തന്നെ എല്ലാ എക്സ്ചേഞ്ചസിനകത്തും ഒരു വീക്ക്ലി എക്സ്പയറി മാത്രമേ ഉള്ളൂ. അപ്പോൾ വോളിയം അവിടെ തന്നെ വലിയ രീതിയിൽ മാറിപ്പോയി. പിന്നെ പുതിയ മാർജിൻ റൂൾസ് വന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരത്തെ ഇത്രയും വോളിയം ചെയ്തുകൊണ്ടിരുന്ന ട്രേഡേഴ്സ് ഇത്രയും വോളിയം ചെയ്യാണ്ടായി. അപ്പോൾ ഓവറോൾ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു വേഴ്സ്റ്റ് ഓഫ് ദ വേഴ്സ്റ്റ് ഇയർ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷമല്ല കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ബ്രോക്കേഴ്സിനെ സംബന്ധിച്ച് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഇയേഴ്സ് ആയിരുന്നു. പക്ഷേ എക്സ്ചേഞ്ചസിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് NSE ഉണ്ട്, BSE ഉണ്ട്. ഈ 2 മേജർ എക്സ്ചേഞ്ചസിലാണ് ഏറ്റവും കൂടുതൽ വോളിയം വരുന്നത്. അപ്പോൾ BSE പോലൊരു സ്റ്റോക്കിന് ഇത് നല്ലൊരു ബൂണായിരുന്നു. ഈ പറഞ്ഞ എല്ലാ എക്സ്ചേഞ്ചിനും ഒരു വീക്ക്ലി എക്സ്പയറി പെർമിറ്റഡ് ആണ്. അപ്പോൾ നേരത്തെ BSEനകത്ത് വോളിയം ഇല്ലെങ്കിൽ ഇപ്പോൾ NSEനകത്ത് ഡെയിലി എക്സ്പയറീസ് എല്ലാം മാറി ഒരു വീക്ക്ലി എക്സ്പയറിലോട്ട് വന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ എക്സ്പയറി ഡേ ട്രേഡിംഗ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ BSEയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഫോർ BSE ആസ് ആൻ എക്സ്ചേഞ്ച് ഇറ്റ് ഇസ് എ ബൂൺ. പക്ഷേ ആസ് ഫാർ ആസ് ദ ബ്രോക്കേഴ്സ് ആർ കൺസേൺ ഇറ്റ് വാസ് ദ വേഴ്സ്റ്റ് ഇയർ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഔട്ട്ലുക്ക് ഇതേമാതിരി ഒരുപാട് പുതിയ ചേഞ്ചസ് ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ സെബിയുടെ കുറേ പുതിയ അനൗൺസ്മെൻറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്, എസ്പെഷ്യലി F&O സൈഡിൽ തന്നെ. അപ്പോൾ ലൈക്ക് വീൽ പ്രിഫർ ടു സ്റ്റേ അവേ ഫ്രം ബ്രോക്കിംഗ് കമ്പനീസ്, ബട്ട് വീൽ ആക്ച്വലി ലുക്ക് ഫോർവേഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എക്സ്ചേഞ്ചസ്. യെസ്. F&Oയിലുള്ള ചേഞ്ചസിനെ കുറിച്ച് സാർ മെൻഷൻ ചെയ്തു. ഇനിയിപ്പോൾ ഏപ്രിൽ തൊട്ട് നമ്മുടെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി മാറ്റി മൺഡേയിലോട്ട് മാറ്റുകയാണെന്നുള്ള പുതിയ ചേഞ്ചസും വരുന്നുണ്ട്. ഇങ്ങനെ മൺഡേയിലോട്ട് മാറ്റുമ്പോൾ അത് എത്രത്തോളം ഇമ്പാക്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാക്കാൻ സാധ്യത? അതോ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ലേ? ഇമ്പാക്ട് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേയുടെ ഒരു ഞാൻ കാണുന്നതിനകത്ത് മൺഡേനകത്ത് അകപ്പാട് ഒരു പ്രശ്നം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ കഴിയുമ്പോൾ നേരെ ഓപ്പൺ ചെയ്യുന്നത് മൺഡേ ആണ്. സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൺഡേ എന്ന് പറഞ്ഞ ദിവസം എക്സ്പെക്ട് ചെയ്യുന്ന വോളറ്റിലിറ്റി ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇപ്പോൾ ഒരു നോർമൽ ഡേ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വോളറ്റിലിറ്റി ആക്ച്വലി ഭയങ്കര ഹൈ ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്പയറി ഡേയും കൂടെ അതേ ദിവസം വരുമ്പോൾ അത് വോളറ്റിലിറ്റി പിന്നെ ഇതിനെക്കാട്ടും കൂടുമെന്നാണ് നമ്മൾ പേഴ്സണലി എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂവ് ബേസിക്കലി NSE എടുക്കാനുള്ളൊരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്യൂസ്ഡേസ് സെൻസെക്സ് എക്സ്പയറി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ നിഫ്റ്റിയുടെ എക്സ്പയറി കഴിഞ്ഞാൽ ഫ്രൈഡേ മൺഡേ ആൾക്കാർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രേഡ് ചെയ്യാൻ ഈ പറഞ്ഞ സെൻസെക്സ് എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൺഡേ വരുമ്പോഴത്തേക്ക് ആഫ്റ്റർ ട്യൂസ്ഡേ, ഇപ്പോൾ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ഈ 3 ദിവസം ആൾക്കാർ ഫോക്കസ് ചെയ്യാം. അപ്പോൾ 3 ദിവസത്തെ ട്രേഡിംഗ് വോളിയം എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ് NSE ചെയ്യുന്നത്. അപ്പോൾ ആസ് ഫാർ as the exchange is concerned, I don't think there is much of an issue. But as far as traders are concerned, there is definitely an issue. നമ്മളിപ്പോൾ NSEയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രൈമറി മാർക്കറ്റിൻ്റെ കാര്യം കൂടി മെൻഷൻ ചെയ്യാണ്. ഇപ്പോൾ NSE ആണെങ്കിലും NSDL ആണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ സെക്കൻഡറി മാർക്കറ്റിലോട്ട് വരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്നുള്ള വാർത്തകളും അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രൈമറി മാർക്കറ്റിൽ ഇപ്പോൾ കുറേ ആൾക്കാർ IPO ടൈമിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെൻഡൻസി കാണിക്കുന്ന കുറേ നിക്ഷേപകരുണ്ട്. അതല്ലാണ്ട് ഈ കുറേ ഹൈപ്പ് കൊടുത്തിട്ട് ഇപ്പോൾ മെർച്ചന്റ് ബാങ്കേഴ്സ് അവർക്ക് കിട്ടുന്ന കമ്പനീസിന് ഓവർ ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ LIC നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലിസ്റ്റിംഗ് സമയത്ത് ആ ഒരു പ്രൈസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു ലിസ്റ്റിംഗ് മീൻസ് ഇഷ്യൂ പ്രൈസിൻ്റെ ആ ഒരു ലെവലിലോട്ട് എത്താൻ ഒരുപാട് സമയം LICയുടെ ഓഹരികൾ നമുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ പ്രൈമറി മാർക്കറ്റിൽ അല്ലെങ്കിൽ IPO ആയിട്ട് വരുന്ന കമ്പനികളെ സംബന്ധിച്ച് ഒരു ഐഡിയലായിട്ട് ഈ കമ്പനികളിലൊക്കെ എപ്പോൾ നിക്ഷേപിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അനുയോജ്യം എന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഈ പറഞ്ഞ പ്രൈമറി മാർക്കറ്റ്സിനകത്ത് നമ്മൾ പേഴ്സണലി ഫോളോ ചെയ്യാനുള്ള ഒരു സ്റ്റാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി മാർക്കറ്റ്സിൽ ജനറലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയല്ല. അതിന് മുമ്പ് നമുക്ക്
എൻട്രീസ് കിട്ടുവാണെങ്കിൽ നമ്മൾ കയറാറുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് മേജർലി വിത്ത് റെസ്പെക്ട് ടു ദ ഡിവിഡൻഡ് പേ ഔട്ട്സ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതിൽ ഡിവിഡൻഡ് ഈൽഡ്സ് നിയർലി ഒരു 1.5 തൊട്ട് ഒരു 3.5% വരെ എനിക്ക് ഇതിൻ്റെ പ്രൈസിനകത്ത് എനിക്കൊരു ഡിവിഡൻഡ് ഈൽഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പ്രൈമറി മാർക്കറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ വി ആക്ച്വലി ജസ്റ്റ് ലുക്ക് ഫോർ ലൈക്ക് വെൽ സോർട്ട് ആഫ്റ്റർ കമ്പനീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ കൂടുതലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പോലെ എയർപോർട്ട് ഷെയർസിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞതിൽ മാനേജ്മെന്റ് സ്ട്രോങ് ആയിരിക്കണം, നല്ല രീതിയിൽ ഡിവിഡൻഡ് ഡീൽസ് ഉണ്ട്. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേക്ക് ലിസ്റ്റിംഗ് ചാൻസസും ലിസ്റ്റിംഗ് പ്രോബബിലിറ്റീസും ഹൈ ആണെങ്കിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നേരെ തിരിച്ച് ആ ഒരു IPO ഫ്രണ്ട്സി കൺസിഡർ ചെയ്തിട്ട് ഓക്കെ ഇത് അടുത്ത വർഷം ലിസ്റ്റ് ആവും അങ്ങനെയുള്ള രീതിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോഴത്തെ ഗ്രേ മാർക്കറ്റ് പ്രീമിയംസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ മാം പറഞ്ഞ പോലെ ഒരുപാട് മാർക്കറ്റിംഗ് ഹൈപ്പും കാര്യങ്ങളും കാരണം ഗ്രേ മാർക്കറ്റ് പ്രീമിയംസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫോം ചെയ്യില്ല. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ പറഞ്ഞ IPO-നകത്ത് കിട്ടുന്ന ലിസ്റ്റിംഗ് ഗെയിൻ മാർക്കറ്റ് സൈക്കിൾ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മുടെ ലക്കിന് ഈ പറഞ്ഞ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് സൈക്കിൾ നല്ല ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് ഗെയിൻ കിട്ടാം. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അൺടിൽ ആൻഡ് അൺലെസ് ഫണ്ടമെന്റലി സ്ട്രോങ് ലിസ്റ്റിംഗ് ഗെയിൻസ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ പണ്ടത്തെ പോലെ ഉള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻസും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു IPO ഫ്രണ്ട്സിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മൾ പറയുള്ളൂ. ഈ ഇത്ര നമ്മൾ മാർക്കറ്റിന്റെ ഔട്ട്ലുക്കിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. സോ ഇപ്പോൾ മാർക്കറ്റിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, സ്വിംഗ് ട്രേഡേഴ്സ് ഉണ്ട്, അല്ലാണ്ട് FNO ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻസിൽ സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്? കാരണം ഇപ്പോൾ ഒരു വോളറ്റിലിറ്റി ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് എടുക്കേണ്ട ഒരു സ്റ്റാൻസ് ആയിരുന്നു സ്വിംഗ് ട്രേഡേഴ്സിനെയൊക്കെ സംബന്ധിച്ച്. സോ ഇനിയിപ്പോൾ ഒരു ബുള്ളിഷ് ടോണിലോട്ട് മാറുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് എത്രത്തോളം ഓപ്പർച്യൂണിറ്റി ഉണ്ട്? ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ സത്യം പറഞ്ഞാൽ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ്. കാരണം എല്ലാ സ്റ്റോക്സും നല്ലൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിലോട്ട് റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആസ് എ സ്വിംഗ് ട്രേഡർ കിട്ടാൻ പോകുന്ന റിസ്ക് റിവാർഡ് എന്ന് വെച്ചാൽ എനിവെയർ ബിറ്റ്വീൻ 1:4 to 1:6 ആണ്. അപ്പോൾ റിസ്ക് റിവാർഡ് വെച്ച് നോക്കുമ്പോൾ സ്വിംഗ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ക്യാഷിൽ ട്രേഡ് ചെയ്താലും സ്റ്റോക്ക് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്താലും അതല്ല ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്താലും റിസ്ക് റിവാർഡ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ₹1 റിസ്കിൽ നമുക്ക് ₹5 ₹6 ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്വിംഗ് ട്രേഡേഴ്സിന് നല്ലൊരു ടൈമാണ്. പതുക്കെ എൻട്രി ചെയ്യാം. ഓക്കെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ സാറിനോട് ഇപ്പോൾ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് നമ്മൾ സെക്ടേഴ്സ് വൈസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വെൽത്ത് മാനേജ്മെന്റിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എത്ര ഓൾറെഡി ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അത്തരത്തിൽ സാറിന് ടോപ്പ് പിക്സ് ആയിട്ട് ഇപ്പോൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് സാറിന് കോൺഫിഡൻസ് തോന്നുന്ന 1-2 സ്റ്റോക്സ് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു അപ്രോച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു 10 ലക്ഷം രൂപയാണ് മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആ 10 ലക്ഷം ഞാനൊരു 10 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഇപ്പം നമുക്ക് റണ്ണിങ് ആയിട്ട് 5 പൊസിഷൻസ് ആണുള്ളത്. ഒന്ന് SRF, അദാനി ടോട്ടൽ ഗ്യാസ്, അപ്പോളോ ടയേഴ്സ്, ഇന്ന് നമ്മൾ ഗെയിൽ ഇൻഡസ്ട്രീസ് ആഡ് ചെയ്തിട്ടുണ്ട്, പൂനാവാല ഫിൻകോർപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 സ്റ്റോക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യണം. ബാക്കി 50% ക്യാപിറ്റൽ ഇപ്പോഴും ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സിലും ഗോൾഡിലും അലോക്കേറ്റ് ചെയ്തേക്കാണ്. കാരണം ഓവർ ദ നെക്സ്റ്റ് 2 weeks പ്രോബബ്ലി മാർക്കറ്റ് ഈസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. നമ്മൾ പുതിയ സ്റ്റോക്സ് ആഡ് ചെയ്യും. സർ, ഗോൾഡിനെ കുറിച്ച് മെൻഷൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഗോൾഡ് ETF-ലൊക്കെ ഇപ്പോൾ ഗോൾഡ് ഡിമാൻഡ് നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഗോൾഡ് പ്രൈസ് ഒക്കെ അതിന്റെ പീക്കിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗോൾഡ് ETF-ൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. സോ ഗോൾഡ് ETF-നെ സംബന്ധിച്ച് എത്രത്തോളം സാധ്യതകൾ മുന്നോട്ടേക്ക് കാണുന്നുണ്ട്? ഓക്കെ, ഗോൾഡ് ETF-ന്റെ സാധ്യത ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗോൾഡിന്റെ പ്രൈസിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ ഗോൾഡ് നിയർലി $3,025 ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡിന്റെ കേസിനകത്ത് നമ്മളൊരു 1,400 മുതലേ നമ്മൾ സത്യം പറഞ്ഞാൽ ബുള്ളിഷ് ആണ്. അതിപ്പോൾ ഒരു ലാസ്റ്റ് 1-2 വർഷമായിട്ട് നമ്മുടെ വ്യൂ ഗോൾഡിന്റെ കേസിനകത്ത് നമ്മുടെ ഒരു വ്യൂ ലാസ്റ്റ് 2-2.5 വർഷമായിട്ട് മാറിയിട്ടേ ഇല്ല, ബുള്ളിഷ് ആയിട്ട് തന്നെ കണ്ടിന്യൂ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻസ് എന്താണെന്ന് വെച്ചാൽ ആസ് ലോങ് ആസ് ഗോൾഡ് മാനേജസ് ടു സ്റ്റേ അബോവ് $3,000 ഓക്കെ, നമ്മൾ ബുള്ളിഷ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ആണ്. അതല്ല 3,000 താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ വി ആർ എക്സ്പെക്ടിങ് എ കറക്ഷൻ ടു ഓൾമോസ്റ്റ് 2,700-2,600 റേഞ്ച്. അതിൻ്റെ അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു വലിയൊരു കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ അവർ ഔട്ട്ലുക്ക് ഇസ് അറ്റ് ഗോൾഡ് ഫ്രം 3,000 ക്യാൻ ആക്ച്വലി ക്രോസ് $3,800-4,000 പ്രോബബ്ലി ഇൻ അനദർ 1 year time. ഓക്കെ. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ തന്നെ ക്രൂഡ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ക്രൂഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഇപ്പോൾ അതിൻ്റെ ഒരു റാലി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രൂഡിനും ഈ ഒരു താരിഫ് ഡിസിഷൻസ് ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? ഓക്കെ, ക്രൂഡിനെ സംബന്ധിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ
എന്താ പറയുക, നമ്മൾ വലിയൊരു വേരിയേഷൻ നമ്മൾ ആക്ച്വലി എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയറും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണും ക്രൂഡ് ബെയറിഷ് ആയിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യുമെന്നാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രൂഡിനകത്ത് വലിയൊരു ബെയറിഷ്നെസ്സോ വലിയൊരു ബുള്ളിഷ്നെസ്സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇതിനകത്ത് ബേസിക്കലി ഈ പറഞ്ഞതിൽ ഡിമാൻഡ് സർജ് ചെയ്യണ അനുസരിച്ച് സപ്ലൈ കൊണ്ടുവന്ന് പ്രൈസസ് സ്റ്റെബിലൈസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു സർജോ വലിയൊരു ഡ്രോപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഹോവർ ചെയ്യുന്നതാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിലിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഓയിൽ റിലേറ്റഡ് കമ്പനീസ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, അതേപോലെ തന്നെ പെയിന്റ്, ടയർ, അങ്ങനത്തെ ഉള്ള കമ്പനീസിനെ സംബന്ധിച്ച് ആ ഒരു സെക്ടേഴ്സിലൊക്കെ സാറിൻ്റെ റിവ്യൂ എന്താണ്? ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പനീസിനെ സംബന്ധിച്ച് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് സൈഡ് നമ്മൾ എന്തായാലും കാണുന്നില്ല. പ്രൈസ് ഒന്നെങ്കിൽ ഇവിടെ തന്നെ ഹോവർ ചെയ്യും, അല്ലെങ്കിൽ ചെറുതായിട്ട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് മാർജിൻസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാം ഈ വരുന്ന. ഇപ്പോൾ എനിക്ക് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 1 to 2 quarters വി ക്യാൻ സീ ആൻ എൻഹാൻസ്മെന്റ് ഇൻ ദ പെർഫോമൻസ്. സർ, അതോടൊപ്പം തന്നെ ഫോറക്സ് മാർക്കറ്റിൽ റുപ്പീസിൻ്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് ശക്തി ആർജിച്ച് വരയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. FIIസിൻ്റെ ഇൻഫ്ലോ ഒക്കെ വരുന്നത് റുപ്പിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സോ റുപ്പിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? ഓക്കെ, തീർച്ചയായിട്ടും ഈ പറഞ്ഞ RBIയുടെ ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മാം പറഞ്ഞ പോലെ FIIസിൻ്റെ ഇൻഫ്ലോവും കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അൺടിൽ അൺലെസ് മാർക്കറ്റ് ക്രൂഡ് ഓയിൽ പ്രൈസസ് ഡസൻ റൈസ്. അപ്പോൾ നമ്മുടെ ഒരു പേഴ്സണൽ അസംഷൻ ഇത്രേ ഉള്ളൂ, ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ പ്രൈസസ് ഇവിടെ തന്നെ സ്റ്റെബിലൈസ് ചെയ്യണം. അതിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് പോസിറ്റീവായിട്ട് റൈസ് ചെയ്യുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിനകത്ത് നല്ല രീതിയിലൊരു റൈസ് നമ്മൾ കാണുവാണെങ്കിൽ പ്രോബ്ലി ഇൻ ദ നിയർ ഫ്യൂച്ചർ ഇന്ത്യൻ റുപ്പി കുഡ് ബി ട്രേഡിംഗ് അറ്റ് 90 rupees per dollar. ഓക്കെ, ഫൈൻ സർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ കമ്മോഡിറ്റി മാർക്കറ്റ്സ് ഒക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നിക്ഷേപകൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സംസാരിക്കാം. അപ്പോൾ മാർക്കറ്റ് വോളറ്റിലിറ്റി ഇപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത്, ഇപ്പോൾ സെപ്റ്റംബറിന് ശേഷം ഇങ്ങനെ ഒരു കറക്ഷൻ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഭയങ്കര വോളറ്റലായിട്ട് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പലരും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കോവിഡിന് ശേഷമാണ് ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു പാസീവ് ഇൻകം എന്നുള്ളൊരു രീതിയിലാണ് മാർക്കറ്റിലോട്ട് വരുന്നതും പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് അവർ ആദ്യം അട്രാക്റ്റഡ് ആവുന്ന ഡെറിവേറ്റീവ് മാർക്കറ്റിലോട്ടാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു സെനാരിയിലോട്ടാണ് പോകുന്നത്. അതല്ലാണ്ട് കുറച്ച് റിസ്ക് അവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളൊരു ആ ഒരു സെക്ടറിലോട്ട് ഒതുങ്ങിപ്പോവും. അതല്ലാണ്ട് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആണ്, നമുക്ക് നല്ല രീതിയിൽ റിസ്ക് കുറഞ്ഞ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. സോ അങ്ങനെ ഈ ഒരു സ്റ്റോക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഡെറിവേറ്റീവ് സെഗ്മെൻറ്റോ അങ്ങനെയുള്ള ഇതൊന്നും അല്ലാതെ മാർക്കറ്റിൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റ് സെഗ്മെൻറ്റുകൾ ഏതൊക്കെയായിരിക്കും? അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം സ്റ്റോക്സിലോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ സ്റ്റോക്സ് ഉണ്ട് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്റ്റോക്സിലും ഡെറിവേറ്റീവ്സിലും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്കിപ്പോൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല ഈ പറഞ്ഞതിലൊരു ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ സ്മോൾ കേസ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാം സ്റ്റോക്സിനകത്ത്. നമുക്കത് SIP ആയിട്ട് ചെയ്യാം, ഒരു എന്താ പറയുക ലംസമായിട്ട് ചെയ്യാം. അങ്ങനെയുള്ള അവന്യൂസ് ഉണ്ട്. ഡെറിവേറ്റീവ്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ബൈയിങ്ങും നേക്കഡ് ഓപ്ഷൻ ബൈയിങ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരുപാട് പൈസ ലോസ്, കറക്റ്റായിട്ട് അറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഒരുപാട് പൈസ ലോസ് വരാനുള്ള ടെൻഡൻസി വളരെ ഹൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നേക്കഡ് ഓപ്ഷൻ ബൈയിങ്ങോ നേക്കഡ് ഓപ്ഷൻ സെല്ലിങ്ങോ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ആയിട്ട് ചെയ്യാം. നമ്മുടെ മാക്സിമം പ്രോഫിറ്റും മാക്സിമം ലോസും രണ്ടും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ആദ്യം ഈ പറഞ്ഞതിൽ ട്രേഡ്സിനകത്ത് എൻ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക, അങ്ങനെ അറിഞ്ഞൊരു വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം ലോസ് നമ്മുടെ അക്കൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഒരിക്കലും വരില്ല. അപ്പോൾ അതൊക്കെയാണ് ഇൻഡിവിജ്വൽസിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. യെസ്, അപ്പോൾ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു. പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ആദ്യമൊക്കെ ലിമിറ്റഡ് ആയിട്ടാണെങ്കിൽ പോലും ഇന്നിപ്പോൾ ധാരാളം പഠിക്കാനുള്ള കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പ്രോബ്ലം മീൻസ് അവരൊന്നും ഈ സെബി രജിസ്ട്രേഷനോ അങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഈ ട്രേഡിങ് ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രം പഠിച്ചുകൊണ്ട് ഇത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു പോയിന്റ് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഓപ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു
ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സാധനം, മാർക്കറ്റ് അത്രയ്ക്ക് എളുപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല മാർക്കറ്റ്. അപ്പോൾ ഇതും വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ പോലെ തന്നെ അതിൻ്റെതായ സീരിയസ്നെസ് ആയിട്ട് തന്നെ കണ്ടു തന്നെ ചെയ്യണം. പിന്നെ പല ആൾക്കാരും ട്രേഡിങ് ഒരു ഹോബി ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഇതൊരു ഹോബി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു സീരിയസ് പ്രൊഫഷൻ ആയിട്ട് തന്നെ പേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പാസീവായിട്ട് ഇതിൽ ഈ പറഞ്ഞ റിട്ടേൺസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ലോങ് ടേമിൽ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡിങ് പ്രാക്ടിക്കലി നിങ്ങൾക്ക് അത് പോസിബിൾ അല്ല. തിയററ്റിക്കലി ചെയ്യാൻ പറ്റും, പക്ഷേ പ്രാക്ടിക്കലി ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ കോഴ്സിൻ്റെ കേസ് ചോദിച്ചുകൊണ്ട് ആരുടെ അടുത്ത് നിങ്ങൾ കോഴ്സ് എടുക്കുകയാണ്, പഠിക്കാൻ പോവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കേസ്, നിങ്ങൾ ആരുടെ അടുത്തുനിന്നാണോ പഠിക്കുന്നത് അവർ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലേന്ന് ഉറപ്പാക്കുക. അപ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടി ഈ പറഞ്ഞതിൽ ഇപ്പം ഞാൻ പറയില്ല, ഇപ്പോൾ നിങ്ങളുടെ പഠിക്കുന്ന ഒരു സെബി രജിസ്റ്റേർഡ് ആരുടെ അടുത്തുനിന്നായിരിക്കണമെന്നോ ഐയുടെ അടുത്തുനിന്നായിരിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഇത് ചെയ്യാൻ അറിയുന്ന ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കുക, അഥവാ പഠിക്കാൻ പോവുകയാണെങ്കിൽ അപ്പോൾ അയാൾ പ്രോഫിറ്റബിൾ ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യുക. അപ്പോൾ അതിന് വെരിഫൈഡ് P&L ചോദിക്കുക, ആളുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1-2 വർഷത്തെ പ്രോഫിറ്റബിലിറ്റി ആൾക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആളുടെ അടുത്തുനിന്ന് പഠിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, പക്ഷെ അത് പലതും സെല് ചെയ്യുന്നത് വളരെ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസും ഫേക്ക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസാണ്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ മാർക്കറ്റിനകത്ത് ഒരു ഫസ്റ്റ് ടൈമർ അല്ലെങ്കിൽ ഒരു ബിഗിനർ ആയിട്ട് വരുമ്പോൾ ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ആയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകാനുള്ള ചാൻസസേ ഉള്ളൂ. കാരണം ഇതിനകത്ത് ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വന്നാൽ തന്നെ നമുക്കൊരു ഫെയിൽ ചെയ്യാനുള്ള 90% ചാൻസസ് ഉണ്ട്. അപ്പോൾ അൺറിയലിസ്റ്റിക് ആയിട്ട് വരുമ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾ ഫെയിലറായി മാറും. ഓക്കെ, അതോടൊപ്പം തന്നെ ചോദിക്കുന്നത്, ആൽഗോ ട്രേഡിംഗ് ഇപ്പോൾ കുറച്ചുകൂടെ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ആൽഗോ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു സമാധാനമായിട്ട് ഇരിക്കാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആൽഗോ ട്രേഡിങ്ങിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് നേരത്തെ ഗ്രേ ഏരിയയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ സെബിയുടെ സർക്കുലർ അനുസരിച്ച് സെബി റീറ്റെയിലേഴ്സിന് ആൽഗോ ട്രേഡിംഗ് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് സെബി ഇതിനെ കാറ്റഗറൈസ് ചെയ്തത്. ഒന്ന് വെച്ചാൽ ബ്ലാക്ക് ബോക്സ് ആൽഗോസും പിന്നെ വൈറ്റ് ബോക്സ് ആൽഗോസ്. വൈറ്റ് ബോക്സ് ആൽഗോ എന്ന് പറയുമ്പോൾ ചില പ്ലാറ്റ്ഫോംസിനകത്ത് ആൽഗോയുടെ ലോജിക്കും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മൾ നമ്മുടെ തന്നെ പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇൻപുട്ട് ചെയ്തിട്ട് നമുക്കിത് ഓട്ടോമേറ്റ് ചെയ്യാം. ബ്ലാക്ക് ബോക്സ് ആൽഗോ എന്ന് പറഞ്ഞാൽ അതൊരു റെഡിമെയ്ഡ് സ്ട്രാറ്റജി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ റൂൾസ് അനുസരിച്ച് നമ്മൾ സെബി രജിസ്റ്റേർഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ബ്ലാക്ക് ബോക്സ് ആൽഗോ ഡെവലപ്പ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ക്ലയൻസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ലിവ് ലോങ്ങിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ആൽഗോയുടെ സ്റ്റാർട്ട് ടൈമിന് മുമ്പായിട്ട് ഈ സ്ട്രാറ്റജി നമ്മൾ റൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മുടെ മാക്സിമം ലോസ് എത്രയാണെന്ന് ഡിഫൈൻഡ് ആയിരിക്കും. നമ്മൾ മാക്സിമം ടാർഗറ്റ് എത്രയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് ഈ സ്ട്രാറ്റജീസ് റൺ ചെയ്യാം. അപ്പോൾ വർക്കിംഗ് എംപ്ലോയീസിനെ സംബന്ധിച്ചത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയം നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് എക്സിക്യൂഷൻ എറേഴ്സും കാര്യങ്ങളും വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എടുക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ത്രൂ തന്നെ നമ്മളിത് ചെയ്യാം. കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും പോകാതിരിക്കുക. കാരണം എറേഴ്സും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ പ്രീമിയം ഫീ പേ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. സാർ നേരത്തെ മെൻഷൻ ചെയ്തു, ഇതൊരു ഹോബി ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റിലോട്ട് വരുന്നത്. കുറച്ച് ആൾക്കാർക്ക് ഇതൊരു പാസീവ് ഇൻകം, കിട്ടുന്ന സാലറിയോടൊപ്പം എക്സ്ട്രാ ഒരു ഇൻകം എന്നുള്ള രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതല്ലാതെ നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റിൽ ധാരാളം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് അതിനുള്ള അവയർനെസ് വളരെ കുറവാണെന്നാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്തും ഇപ്പോൾ ഞാൻ പേഴ്സണലി ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിലെ ഒരു കരിയർ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയ സമയത്ത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ള ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഇൻഫർമേഷൻസ് ഒക്കെ കൂടുതലും കിട്ടുന്നത്. കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ സെബി NISM എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവയർനെസ് കുറവാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ബ്രോക്കറേജസിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NISM എക്സാമുകളൊക്കെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. സോ ഒരു കരിയർ എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം സാധ്യതകളാണ് മുന്നിലുള്ളത്? ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ പോലൊരു സ്ഥലത്ത് നിയർലി ഒരു 10,000 ആൾക്കാർക്കാണ് ഒരു ഡോക്ടറുള്ളത്. അതേ ഒരു കമ്പാരിസൺ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ്സിൽ എടുക്കുകയാണെങ്കിൽ 1,00,000 ആൾക്കാർക്കായിരിക്കും, 1,00,000 അല്ല, ചിലപ്പോൾ ഒരു 10 ലക്ഷം ആൾക്കാർക്കായിരിക്കും ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഉള്ളത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാം കൂടെ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ലൈസൻസ് വാലിഡ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വെറും
200 സംതിങ് ഉള്ളൂ. എന്നുവെച്ചാൽ ഇന്ത്യ പോലെ ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ പ്രോപ്പർലി പ്രാക്ടീസ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ നിയർലി ഒരു 200 to 300 ആൾക്കാരുള്ളൂ. അതിനകത്ത് ആക്റ്റീവായിട്ടുള്ളത് നിയർലി 200 ആൾക്കാരുള്ളൂ. അപ്പോൾ അത്രയും ഒരു ഗ്യാപ്പ് ഇതിനകത്തുണ്ട്. ഇത്രയും പോപ്പുലേഷനും നമ്പർ ഓഫ് അനലിസ്റ്റിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അത്രയും വലിയൊരു ഗ്യാപ്പ്, അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് പെനട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നെഗ്ലിജിബിളാണ്. ഇറ്റ്സ് ഹാർഡ്ലി ലൈക്ക് 3-4%. അതിപ്പോൾ ചിലപ്പോൾ ഒരു അടുത്തൊരു 20 വർഷത്തിൽ ഈ 3-4% ഒരു 30% ആയിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനകത്ത് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ വളരെ ഹ്യൂജാണ്. റീസൺ ഇത്രേ ഉള്ളൂ, ഇത്ര ആൾക്കാരുടെ ഫണ്ട്സിൻ്റെ ഇൻഫ്ലോ മാർക്കറ്റിലോട്ട് വരും, ആൾക്കാർക്ക് എൻ്റെ അവയർനെസ്സും കാര്യങ്ങളും കൂടും. പിന്നെ ആസ് ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണ അനുസരിച്ച് നമ്മുടെ നാച്ചുറലി ഇവിടത്തുള്ള ഇപ്പോൾ FD റേറ്റ്സും കാര്യങ്ങളും ഉള്ളത് എന്താണോ അത് കുറഞ്ഞേ വരാൻ പോകുന്നുള്ളൂ ഫ്യൂച്ചറിൽ. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ കൂടുതൽ റിട്ടേൺസ് തരുന്ന വേറെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി നോക്കും. അപ്പോൾ അവിടെ ഏറ്റവും എളുപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും കുറവ് ക്യാപിറ്റൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ്സ് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്സിനനുസരിച്ചായിട്ടാണ് നമ്മുടെ വേറെ ഏതൊരു ഇൻഡസ്ട്രിയിൽ, അത് ഞാൻ പേഴ്സണലി ഇതൊരു കരിയറായിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു സംഭവം. കാരണം വേറൊരു ഏത് ഇൻഡസ്ട്രിയിൽ എടുത്താലും നമുക്ക് ഓരോ സ്ലാബ് ഉണ്ട്. ഇത്രയും നാൾ വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അടുത്ത സ്ലാബിലോട്ട് പോകും, അത്രയും എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അടുത്ത ലെവലിലോട്ട് നമുക്ക് പോയി ഇത്ര എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്സും നമ്മുടെ കഴിവും നമ്മൾ എത്ര റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു അതെല്ലാം എന്താ നമ്മുടെ പേഴ്സണൽ സ്കില്ലാണ്. അപ്പം എൻ്റെ സ്കില്ല് വേറെ ആർക്കും എൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ബേസിക്കലി ആ ഒരു എൻട്രി ബാരിയറും കുറവാണ്. ആർക്കും വേണമെങ്കിൽ ഈ ഡൊമൈനകത്തോട്ട് വരാം. നമ്മൾ ഒബിയസ്ലി നമ്മുടെ സർട്ടിഫിക്കേഷൻസും എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും സമയം നമ്മളോട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി FY26 ഔട്ട്ലുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എത്രത്തോളം സാധ്യതകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടെന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള ഒരു അവയർനെസ് തന്നതിന് താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു. താങ്ക് യു.